ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആസ്ട്രോയിഡ് ബെനുവിനെ കുറിച്ചാണ്. ഒരു പുതിയ പഠനമനുസരിച്ച് ഈ ആസ്ട്രോയിഡ് ഭൂമിയിലേക്ക് ജീവനും വെള്ളവും കൊണ്ടുവന്നുവെന്നും നമ്മുടെ സോളർ സിസ്റ്റം ഉണ്ടാകുന്നതിനു മുമ്പേ നിലവിലുണ്ടായിരുന്നു എന്നും കണ്ടെത്തിയിരിക്കുന്നു. 4.5 ബില്യൺ വർഷം പഴക്കമുള്ള ആസ്ട്രോയിഡ് ബെനുവിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ കർട്ടൺ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ പഠിച്ചു വരികയാണ്. നാസയുടെ ഒസൈറസ് റെക്സ് മിഷൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ 7 വർഷത്തെ യാത്രയ്ക്ക് ശേഷം ഈ സാമ്പിളുകൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. പുതിയ പഠനത്തിൽ സാമ്പിളുകളിൽ നിന്ന് ചില അത്ഭുതകരമായ കണ്ടെത്തലുകൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഗവേഷകർ ഇരുണ്ട കണികകൾ കണ്ടെത്തി. അവയുടെ വലിപ്പം പൊടി മുതൽ 3.5 സെന്റിമീറ്റർ വരെ ആയിരുന്നു. കൂടാതെ ചില ലഘുവായ കണികകളും കല്ലുകളും കണ്ടെത്തി. അസോസിയേറ്റ് പ്രൊഫസർ നിക് ടിംസ് പറയുന്നതനുസരിച്ച് ബെനു സൂര്യന്റെ ദൃശ്യമായ ഉപരിതലത്തിന് സമാനമായ ഘടനയുള്ളതാണ്. ഇത് സൂചിപ്പിക്കുന്നത് ബെനു ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്രക്രിയകളിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നാണ്. സാമ്പിളുകളിൽ ഹൈഡ്രേറ്റഡ് ഫിലോസിലിക്കേറ്റ്സ് എന്ന ധാതുക്കളുടെ സാന്നിധ്യവും കണ്ടെത്തി. ഇത് വെള്ളമുണ്ടായിരുന്നപ്പോൾ രൂപപ്പെട്ട ഒരു തരം ധാതുവാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഇത്തരം ആസ്റ്ററോയിഡ്സ് ഭൂമിയിലേക്ക് വെള്ളവും ജീവന്റെ അടിസ്ഥാന ഘടകങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടാകാം എന്നാണ് എന്ന് അസോസിയേറ്റ് പ്രൊഫസർ ടിംസ് പറഞ്ഞു. സാമ്പിളുകളിൽ ചില അപ്രതീക്ഷിത ഘടകങ്ങളും കണ്ടെത്തി. മാഗ്നീസിയം സോഡിയം ഫോസ്ഫേറ്റ്സ് കണ്ടെത്തിയത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഇത് സൂചിപ്പിക്കുന്നത് ബെനുവിൽ വെള്ളം ഉൾപ്പെടുന്ന രാസപരിസ്ഥിതികൾ ഉണ്ടായിരുന്നു എന്നാണ് എന്ന് പ്രൊഫസർ ടിംസ് കൂട്ടിച്ചേർത്തു. ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്നത് സാമ്പിളുകളിൽ പ്രീസോളർ ഗ്രെയിൻസ് കണ്ടെത്തിയതാണ്. ഇവ നമ്മുടെ സോളർ സിസ്റ്റം നിലവിൽ വരുന്നതിനു മുമ്പ് തന്നെ സൃഷ്ടിക്കപ്പെട്ടവയാണ്. ഇത് പുരാതന നക്ഷത്രങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള വിശദമായ വിവരണം നൽകുന്നു എന്ന് പ്രൊഫസർ പറഞ്ഞു. ഈ പഠനം മീറ്റിയറിറ്റിക്സ് ആൻഡ് പ്ലാനറ്ററി സയൻസ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.